ഹായ് ഹലോ നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർത്തിക് കുണ്ടിൻ്റെ വിശേഷം നോക്കിയാലോ? അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ രാവിലെ കോളേജിലേക്ക് പോയ നികേഷിനെ കാണാനില്ല കേട്ടോ. സമയമായിട്ടും നികേഷ് വന്നിട്ടില്ല. അപ്പോൾ ഇതാലോചിച്ചിട്ട് ടെൻഷനായിട്ട് നിൽക്കുകയാണ് നമ്മളെ നിധിയാണെങ്കിൽ സുഭാഷ് ഏട്ടനെയും അതുപോലെ തന്നെ സുധീഷിനെയൊക്കെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. സുധീഷിനെ വിളിക്കുമ്പോൾ സുധീഷ് ആദ്യം സന്തോഷിക്കും. നിധിയുടെ കോള് വരുന്ന സമയത്ത് സുധീഷ് ഡ്രൈവിങ്ങിലായിരിക്കും. ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഒരാളെ ഡ്രോപ്പ് ചെയ്ത് വരികയാണ്, ഇപ്പോൾ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, എന്താ നിനക്ക് എന്നെ കാണണമെന്ന്, ഞാൻ അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്ക് വരാമെന്നൊക്കെ സുധീഷ് പറയുന്നുണ്ട്. അതൊന്നുമല്ല കാര്യം, നികേഷ് ഇതുവരെ എത്തിയിട്ടില്ല, എനിക്ക് ടെൻഷൻ ആവുന്നു എന്നൊക്കെ പറയുന്നുണ്ട് സുധീഷിൻ്റെ അടുത്ത്. സുധീഷ് ആണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടാണ് ആ കാര്യത്തെ എടുക്കുന്നത്. അവൻ കൊച്ചൊന്നുമല്ലല്ലോ, അവൻ വീട്ടിലേക്ക് വന്നോളും, അത്ര സമയമൊന്നും ആയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, അങ്ങനെയല്ല, അവന് നേരം വൈകുകയാണെങ്കിൽ അപ്പം എന്നെ വിളിച്ച് പറയുന്നത്, ഇന്ന് വിളിച്ചിട്ടുമില്ല, രാവിലെ പോകുമ്പോൾ തന്നെ അപ്സെറ്റാണ്, കുഞ്ഞു മനസ്സല്ലേ, അവന് പെട്ടെന്നൊരു ദിവസം തനിച്ചായി എന്ന് അവന് തോന്നിയിട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവന് തനിച്ചായി എന്ന് ആരെ പറഞ്ഞതെന്നൊക്കെ സുധീഷ് ചോദിക്കുന്നുണ്ട്. ആരും പറഞ്ഞതല്ല, അവൻ അങ്ങനെയൊക്കെ ആയിരിക്കും മനസ്സിൽ വിചാരിക്കുന്നത്, അത് ഞാൻ പറഞ്ഞത്, എനിക്ക് ടെൻഷനാവുന്നു ആലോചിച്ചിട്ട് എന്നൊക്കെ പറയുമ്പോൾ സുധീഷിനും പിന്നെ ടെൻഷനാവും. നിധി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത്രത്തോളം സുധീഷ് ചിന്തിച്ചില്ല. ഒന്ന് അന്വേഷിക്കട്ടെ, നീ ടെൻഷൻ ആവാതെ എന്ന് പറഞ്ഞ് സുധീഷ് ഫോൺ കട്ട് ചെയ്യാണ്. എന്നിട്ട് സുധീഷ് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ സുഭാഷ് ഏട്ടനും വീണ്ടും വിളിച്ച് ചോദിക്കുന്നുണ്ട്, നികേഷ് വിളിച്ചു, നികേഷിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, ഞാൻ വിളിച്ചിട്ട് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതുവരെ വന്നിട്ടില്ല, ഞാൻ സുധീഷിനെ വിളിച്ച് പറഞ്ഞു എന്നൊക്കെ നിധി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷ് ഏട്ടനും ഒന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഹരീഷ് അന്നേരം വീട്ടിലേക്ക് വന്നിട്ട് നികേഷിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്, അവൻ എടുക്കുന്നില്ല, എന്തേന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നികേഷ് ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഹരീഷിനും ടെൻഷനാവും. അങ്ങനെ ഇവർ 3 പേരും കൂടി അന്വേഷിക്കാൻ ഇറങ്ങാം കേട്ടോ. സുധീഷും അതുപോലെ തന്നെ സുഭാഷ് ഏട്ടനും കൂടി കാറിൽ അന്വേഷിക്കുന്നുണ്ട്. ഹരീഷ് ബൈക്കിൽ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് അന്വേഷിക്കുന്നുണ്ട്. ആദ്യം പോയിട്ട് നികേഷിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ചോദിക്കുന്നുണ്ട്. ഫ്രണ്ടാണെങ്കിൽ അന്ന് കോളേജിൽ പോയിട്ടില്ല, അപ്പോൾ അറിയില്ല എന്നാണ് പറയുന്നത്. പിന്നെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ പല പല സ്ഥലങ്ങളിലും ഹരീഷ് പോയിട്ട് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഫാൻസി, ചെരുപ്പ് കട, അങ്ങനെ എല്ലായിടത്തും നികേഷിൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, ഇയാളെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ. പിന്നെ വഴിയിൽ നിൽക്കുന്ന ആളുകളോടൊക്കെ ഹരീഷ് ചോദിക്കുന്നുണ്ട് കേട്ടോ. സുധീഷും അതുപോലെ സുഭാഷ് ഏട്ടനും കാറിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടാണ് നോക്കുന്നത്. അന്നേരം സുഭാഷ് ഏട്ടന് ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട്. സുഭാഷ് ഏട്ടനും അതുപോലെ തന്നെ സുധീഷിനും ഉണ്ട്. സുധീഷ് അത്രത്തോളം കാണിക്കുന്നില്ല. സുഭാഷ് ഏട്ടൻ പറയുന്നത്, അവൻ എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യോ സുധീഷ്, നമ്മൾ അത്ര ചിന്തിച്ചില്ല, അവനൊന്ന് കോളേജിലേക്ക് വിടാൻ പാടില്ലായിരുന്നു, ഞാൻ വിചാരിച്ചു കോളേജിൽ പോയിട്ട് ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ അവൻ്റെ മൈൻഡ് ഓക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചത്, ഒന്നുകിൽ നമ്മൾ അവൻ്റെ കൂടെ ഇന്ന് പോകണമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സുധീഷും അത്ര ചിന്തിച്ചില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ അവനെന്തെങ്കിലും ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ സുധീഷിനും പിന്നെ പേടിയാവട്ടോ. സുഭാഷ് ഏട്ടനടക്കം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് അവനും ടെൻഷൻ ആവുകയാണ്. അങ്ങനെ ഇപ്പോൾ എല്ലാവരും ഭയങ്കര ടെൻഷനിലാണ് നിൽക്കുന്നത്. കാരണം ഇരുടായിക്കൊണ്ടിരിക്കുകയാണ്, ഒരു വിവരവും ഇല്ല. ഇതുവരെ എൻ്റെ ഫോണും സ്വിച്ച് ഓൺ ആക്കിയിട്ടില്ല. വീട്ടിലാണെങ്കിൽ നിധി ഭയങ്കര ടെൻഷനിലാണ്. അന്നേരം പാട്ടും പാടി ഭാസ്കരനച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഭാസ്കരനച്ഛൻ്റെ അടുത്ത് നികേഷിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ, എന്നോട് എന്തിനാ ചോദിക്കുന്നത്, എനിക്കറിയോ, അവൻ പോകുമ്പോൾ എന്നോട് പറഞ്ഞിട്ടല്ലല്ലോ പോവാറ്, അതുകൊണ്ട് ഞാൻ എന്തിനാ അന്വേഷിക്കണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഭാസ്കരനച്ഛനും ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ കൂടി അയാൾ പറയുന്നത്, സമയമായാൽ അവൻ വന്നോളും, അവൻ ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, അവനെ എവിടെ പോയതെന്ന് നിനക്കറിയോ, പോയ 3 വാനരന്മാർക്കും അറിയില്ലല്ലോ, അവന് മാത്രമല്ലേ അവൻ പോയ സ്ഥലവും അതുപോലെ തന്നെ വീടും അറിയുള്ളൂ, അപ്പോൾ അവനെ അന്വേഷിച്ച് നമ്മൾ പോകേണ്ട കാര്യമില്ല, അവൻ ഇങ്ങോട്ട് വരുന്നതായിരിക്കും കൂടുതൽ എളുപ്പം എന്ന് പറഞ്ഞിട്ട് ഭാസ്കരൻ അച്ഛൻ പോയിട്ട് കിടക്കുക കേട്ടോ ചെയ്യുന്നത്. അച്ഛൻ അത്രത്തോളം സീരിയസ് ആയിട്ട് അച്ഛനും എടുത്തിട്ടില്ല. പക്ഷെ ഇവർ 3 പേരും അതുപോലെ തന്നെ നിധിയാണെങ്കിലും ഭയങ്കര ടെൻഷനിലാണ്. എന്തായാലും രാവിലത്തെ കാര്യങ്ങളും അതുപോലെ തന്നെ ഈ തലേ ദിവസത്തെ കാര്യങ്ങളും എല്ലാം ആലോചിച്ചിട്ട് നികേഷ് ഇനി എന്തെങ്കിലും തെറ്റായിട്ട് ചെയ്യുമോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല. രാവിലെ പോകുമ്പോൾ വഴിയിൽ വെച്ച് ഭാസ്കരനച്ഛനെ കണ്ടിരുന്നു. ആ സമയത്തും നികേഷ് ഒരു ഡബിൾ മീനിങ് ആയിട്ടാണ് സംസാരിച്ചത്, അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും അങ്ങനെയൊന്നും ഇല്ലാതിരിക്കട്ടെ, നികേഷ് തിരിച്ച് വന്നാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഇവർക്ക് എങ്ങനെയെങ്കിലും നികേഷിനെ കണ്ടുപിടിക്കാൻ മതിയായിരുന്നു. അപ്പോൾ എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും. ബൈ.